5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇഞ്ചി പച്ചടിയാണ്, അല്ലെങ്കിൽ തൈര് പച്ചടി, ഇഞ്ചി തൈര് അങ്ങനെയൊക്കെ പറയുന്ന പച്ചടിയാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നല്ലൊരു ഇഞ്ചി പച്ചടി തയ്യാറാക്കാം. 2 തരത്തിലാണ് ഇപ്പോൾ ഇഞ്ചി പച്ചടി ഞാൻ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി. ഇപ്പോൾ ഞാൻ ഇത്രയും ഇഞ്ചി 2 തരത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഇഞ്ചിയും 2 പച്ചമുളകും കൂടിയാണ് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് തേങ്ങ, ഒരു 2.5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിരിപ്പുണ്ട്. പിന്നെ നല്ല കട്ട തൈരും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇഞ്ചി പച്ചടിക്ക് മെയിൻലി വേണ്ട സാധനങ്ങൾ. പിന്നെ ഇച്ചിരി കടുകും ഉപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഒന്നിന് ഞാൻ പറഞ്ഞില്ല, ഒരു 2.5 ടേബിൾ സ്പൂണോളം ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ്, നല്ല കനം കുറച്ചിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നമ്മളിട്ടു. അതുപോലെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ നമുക്ക് അതിലേക്ക് ചേർക്കാം. അതായത് ഒരു നേർപ്പകുതിക്ക് ഞാൻ അതിലേക്ക് ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഓക്കെ, അത് ഒരു തരം, അത് മാറിയിരിക്കട്ടെ, അത് അരച്ചു വയ്ക്കാം. അപ്പോൾ ഇതന്നെ നമ്മൾ അടുത്ത തരത്തിൽ ഇഞ്ചി പച്ചടി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിക്കുക, ഒത്തിരി വേണ്ട. വേണ്ടേ, 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. തീ കത്തിക്കാൻ മറന്നുപോയി. തീ കത്തിക്കാം. പാത്രത്തിൽ വെള്ളം ഉണ്ടായിരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട്, ഇത് ഒരു 2 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ് ഇഞ്ചി കേട്ടോ, നന്നായിട്ട് വറുത്തെടുക്കണം. ഒരല്പം ഉപ്പ് ചേർത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഞ്ചി ഏകദേശം മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഒരുവിധം ഒന്നും മൊരിഞ്ഞ് കഴിയുമ്പോഴും വേണമെങ്കിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് നിർത്തുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്യണേ. തീ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചുകൊണ്ട് വരാം. ഫൈൻ പേസ്റ്റ് പോലെ ആക്കി കളയരുത്. ഒരു ശകലം പീര ഉള്ളതുപോലെ വേണം നമുക്കൊന്ന് അരയ്ക്കാനായിട്ട്. ഇപ്പോൾ ഒരു 9 ടേബിൾ സ്പൂണോളം തൈരുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുവാണേ. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മൾ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഞാൻ അരച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് 2ാമത്തെ തരത്തിൽ നമ്മൾ ചെയ്യുന്ന തേങ്ങ ചേർത്തുള്ള ഇഞ്ചി പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിരിക്കുക. അപ്പോൾ തേങ്ങ ഇത് കംപ്ലീറ്റ് അങ്ങ് ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് അരിഞ്ഞിട്ടില്ല, ശകലം തരിതരിപ്പോടുകൂടിയാണ് അരച്ചിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഈ കുഞ്ഞു ഭരണിയിലേക്ക് ഇടാം. ഇനി നമുക്കതിലേക്ക് തൈര് ചേർക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ തൈരാണ്. ഓൾറെഡി നമ്മൾ അരച്ചപ്പം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ 7 ടേബിൾ സ്പൂൺ തൈര് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒത്തിരി അങ്ങോട്ട് ഒരുപാട് പുളിയുള്ള തൈരാവില്ല കേട്ടോ. പുളി വേണം, പക്ഷേ കണ്ടമാനം പുളിയായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇഞ്ചി പച്ചടി ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് രുചി നമുക്ക് തോന്നത്തില്ല. അങ്ങനെ ഒരു അല്പം മധുരം ചേർത്ത്, പഞ്ചസാര ചേർത്ത് നിങ്ങൾ അതിന് പുളി അങ്ങ് കുറച്ച് വെച്ചാൽ മതി. ഇത് കണ്ടോ, പിരിപിരിപ്പിരിന്ന് നമുക്ക് തോന്നണം. അതായത് നമ്മൾ തേങ്ങ ഒത്തിരി ഫൈൻ പേസ്റ്റ് ആക്കാതെ ഒന്ന് അരച്ചാൽ മതി. ഉപ്പ് ഒന്ന് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് ഉണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതന്നെ നമ്മുടെ ഇഞ്ചി തൈര്, അല്ലെങ്കിൽ ഇഞ്ചി പച്ചടി, തൈര് പച്ചടി എന്നൊക്കെ പറയും. ഒരു തരം ഇവിടെ റെഡിയായി. ഇതിപ്പോൾ നമ്മൾ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ, ഇതിനൊരു കുക്കിങ്ങും ഇല്ല. കടുക് തളിച്ച് ചേർത്താൽ മാത്രം മതി ഇതിന്. അപ്പോൾ ഇതിവിടെ റെഡിയായി. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലാകുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി പച്ചടി പുളിച്ച് പോരായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരത്തെ അങ്ങോട്ട്, ഇപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് തയ്യാറാക്കുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ പണികളും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇഞ്ചി പച്ചടിയൊക്കെ തയ്യാറാക്കിയാൽ മതി. കാരണം തൈരിരുന്ന് പുളിച്ച് പോകാനായിട്ട് ഇടവരരുത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും മുളകും ഉണ്ടല്ലോ, അത് ചേർക്കാം.
ഇഞ്ചി മുളകും അതിന് ഉപ്പും ചേർക്കണം. ഇഞ്ചിക്ക് ഞാൻ ഒരു അല്പം ഉപ്പ് ചേർത്താണ്. എന്നിരുന്നാലും കണ്ടോ ഗോൾഡൻ കളറിൽ വറുത്ത് വയ്ക്കുക. ഇതൊന്ന് ഇളക്കാം. ഇത് രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. ഒരേ ടേസ്റ്റ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. രണ്ടും ഇഞ്ചി ചേർത്താണ്. ഒന്ന് വറുത്തിട്ടാണ്, ഒന്ന് പച്ചയ്ക്കാണ്, ഒന്നതിനകത്ത് തേങ്ങയും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. വറുക്കാതെ ചെയ്യുന്നതാണ് ഒന്നും കൂടെ ചെയ്യാനായിട്ട് എളുപ്പം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. രണ്ട് തരത്തിലുള്ള ഇഞ്ചിപ്പച്ചടി നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഞാൻ ഇച്ചിരി കടുക് താളിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ഇഞ്ചി വറുത്ത പാൻ തന്നെ നമ്മൾ അടുപ്പിലോട്ട് വെച്ചു. ലേശം എണ്ണ ഒഴിക്കാം. മതി. അല്പം കടുകിട്ട് പൊട്ടിക്കുക. ഒരുപാട് കടുകിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു തുള്ളി കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇടുക. ഉള്ള എണ്ണയിലിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ 2 എണ്ണത്തിനും കൂടെ ചേർക്കാനായിട്ടാണ് കേട്ടോ. ഒന്നിന് തന്നെയല്ല, 2നും കൂടെ ചേർക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഇത് ചേർക്കാം. ഓക്കെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അപ്പോൾ ഇനി അത് നമുക്കിത് രണ്ടിലേക്കും കുറേശ്ശെ ചേർക്കാം. അതിൻ്റെ എണ്ണ സഹിതം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. വളരെ കുറച്ച് ചേർത്തിച്ചാൽ മതി. അതെ. ഇനി അതുപോലെ അടുത്തതിലേക്ക് ചേർക്കാം. നന്നായിട്ട് വടിച്ച് അതിലുള്ളതെല്ലാം ഇങ്ങ് പോന്നോട്ടെ. അപ്പോൾ ഇതേണ്ട വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന 2 തരത്തിൽ ഇഞ്ചിപ്പച്ചടി ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണിത് കേട്ടോ. ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് ഇതിനൊക്കെ ജീരകം വേണമെങ്കിൽ ഒരു പിഞ്ച് ജീരകമൊക്കെ ചേർക്കാം കേട്ടോ. പുളി ഒത്തിരിയുള്ള തൈരാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നല്ല കട്ട തൈര് തന്നെ ഇതിലേക്ക് വേണം. പുളി ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പുളി നിങ്ങൾക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പ്ലീസ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.